സുമതി വളവ് എന്ന സിനിമ കണ്ടായിരുന്നു. സുമതി വളവ് എന്ന സിനിമ കാണുന്നതിന് മുമ്പ് സുമതി വളവ് എന്ന സിനിമയുടെ ടീസർ ഞാൻ കണ്ടായിരുന്നു. അതിലൊരു കൊച്ചുകുട്ടി വന്ന് അർജുൻ അശോകനോട് ചോദിക്കുന്നുണ്ട്, സുമതിയെ കണ്ടായിരുന്നോ? അതുപോലെ സുമതി കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായം കണ്ടിട്ട് നമുക്ക് എൻ്റെ മറുപടിയിലേക്ക് വരാം. ഓക്കെ, അല്ല പേടിക്കാനുണ്ട്, എന്നാൽ നമുക്ക് ചിരിക്കാനുണ്ട്, എല്ലാം അതിനൊക്കെ കൊള്ളാം കേട്ടോ, അതിനൊക്കെ നല്ല നല്ല രസമുള്ളത്. പേടിക്കാനൊക്കെ ഉണ്ടോ? ആ, ചെറുതായിട്ട് പേടിക്കാൻ. എന്ത് തോന്നി പടം കണ്ടപ്പോൾ? നല്ല ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. അശോകിൻ്റെ മോനൊക്കെ നന്നായിട്ട് അഭിനയിച്ചു, കൊള്ളാം, നന്നായിട്ടുണ്ട്. പുള്ളി കൊണ്ട് അഭിനയിച്ചിട്ടുണ്ടോ? നല്ല പടം. ആകാശത്തിന് മുകളിൽ. അപ്പോൾ ഇതൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ. ഈ ചിത്രത്തിൽ അർജുൻ അശോകൻ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസ്, മാളവിക, ഷൈജു കുറുപ്പ്, സിദ്ധാർത്ഥ് അശോകൻ. പിന്നെ ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശങ്കർ VP ആണ്. ഇതിൻ്റെ മ്യൂസിക് വന്നിട്ട് റജിൻ രാജ് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു തുടക്കം ഒരു വല്ലാത്ത ഒരു ഹൊറർ ഒരു ടച്ചൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പഴയ ഒരു കാലഘട്ടത്തെ എടുത്ത് കാണിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്ത ഒരു കാലഘട്ടമാണ് എന്നുള്ള ആ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രീതിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ സുമതി വളവ് എന്നൊരു വളവിൽ അർദ്ധരാത്രി പോയി കഴിഞ്ഞാൽ, രാത്രിയായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ പിന്നെ തിരിച്ചു വരില്ല എന്നുള്ള ഒരു സാങ്കല്പിക ബോധം പ്രേക്ഷകരിലേക്ക് കൊണ്ടെത്തിക്കുന്നൊരു സംഭവമാണ് ആദ്യം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റിലേക്ക് അവിടേക്ക് വരുന്ന കുര്യൻ, നമ്മളെ പണി സിനിമയുടെ കുര്യനാണെങ്കിൽ നല്ലൊരു രീതിയിലാണ് ചെയ്യുന്നത്. കുര്യൻ്റെ അന്നേരത്തെ ആ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ, ഈ ഫോറസ്റ്റ് ഓഫീസർ അടുത്ത് വന്നിട്ട് ഈ തുറന്ന് പോകാൻ വേണ്ടി, ഈ സുമതി വളവിലേക്ക് പോകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഡയലോഗുണ്ട്. ആ സമയത്ത് എല്ലാ പ്രേക്ഷകരും വിചാരിക്കും ഇവനിട്ടൊരു പണി കിട്ടണമെന്ന്. അത് കറക്റ്റായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു നല്ലൊരു രീതിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇത്. പിന്നെ ഇതിൽ വെറുപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിലെ CG വർക്ക് ഒരു ഒട്ടും എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്ക് വളരെയധികം മോശമായിട്ടുള്ള ഒരു രീതിയിലായിട്ടാണ് തോന്നിയത്. കാരണം ഇതിനകത്ത് വളരെ നല്ല രീതിയിൽ അജയൻ മങ്ങാട്ട് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പറയില്ല, നമ്മളെ ഈ മണിച്ചിത്രത്താഴ് സിനിമ ഇറങ്ങിയ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇതായിട്ടുള്ള ലാലേട്ടൻ്റെ മമ്മൂക്കയുടെയൊക്കെ പോസ്റ്ററൊക്കെ വെച്ച് അന്നത്തെ ഒരു ഇതൊക്കെ വെച്ച് അന്നത്തെ ഒരു കാലഘട്ടത്തെ ബേസ് ചെയ്തുകൊണ്ട് ആർട്ട് വർക്ക് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞ CG വർക്ക് അത് വേണ്ടത്ര ഒരു നിലവാരം പുലർത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിലെ ശ്രാവൺ മുകേഷ് അങ്ങേയറ്റത്തെ വെറുപ്പിക്കലാണ് കേട്ടോ. അഭിനയിക്കുകയാണെന്ന് അഭിനയം എന്തോ പാരോ എന്തൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന പോലെയുള്ള ഒരു രീതിയാണ്. അതേ സമയം നമ്മൾ ഗോകുൽ സുരേഷ് ഗോപിയാണെങ്കിൽ ഗംഭീര, അതായത് അദ്ദേഹത്തിൻ്റെ ഇതുവരെ ഉള്ള ഒരു പ്രകടനത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു അഭിനയമാണ്. പക്ഷെ വളരെ കുറച്ചേ അതിനകത്ത് വരുന്നുള്ളൂ. എങ്കിൽ കൂടിയും വളരെ ചില സമയത്ത് വരുന്ന ഒരു ടൈറ്റിൽ ഫ്രെയിമൊക്കെ വരുമ്പോൾ നമുക്ക് സുരേഷ് ഗോപി ആണോ എന്നൊക്കെ തോന്നുന്ന ഒരു ഫീലുണ്ട്. പിന്നെ അടുത്ത പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സിദ്ധാർത്ഥ് ഭരതൻ വളരെ ഹൈപ്പോടെ ആണ് ഈ പടത്തിൽ ഇൻട്രൊഡക്ഷൻ ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷേ അത് വേണ്ട രീതിയിൽ അവസാനം അത് ഒന്നുമല്ലാത്ത ഒരു രീതിയിൽ, ഈ ആന പോലെ വന്ന് എലി പോലെ പോയി എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് സിദ്ധാർത്ഥ് ഭരതനെ കൊണ്ടുപോയി. അവരുടെ ക്യാരക്ടർ ആ ഒരു രീതിയിലേക്ക് ഞാൻ കൊണ്ടുപോയി. പിന്നെ ഇതിൽ കുട്ടികളുടെ ഒരു സ്കൂളിലെ ഒരു അസംബ്ലി നടക്കുന്ന ഒരു സമയത്ത് അർജുൻ അശോകൻ അവിടേക്ക് വരുന്നുണ്ട്. ഒരു സീനാണ്. പക്ഷേ അവിടെ ഈ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റേജിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ച് പ്രതിജ്ഞ ചൊല്ലാനായിട്ട് വിളിക്കുന്ന സംഭവമുണ്ട്. അതുപോലെ ആയിപ്പോൾ അതൊരിക്കലും ഒരു സ്കൂളിൽ അങ്ങനെ വരുന്നില്ല, എൻ്റെ അറിവിലില്ല. ഇങ്ങനെ ഏതെങ്കിലും സ്കൂളിൽ നടക്കുന്നില്ല. നമ്മൾ ഈശ്വര പ്രാർത്ഥന കഴിയുന്നു, അടുത്ത ആൾ വരുന്നു, പ്രതിജ്ഞ പറയുന്നു, അങ്ങനെ സൗണ്ട് പറയുന്നു, അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ
മറ്റൊന്നുമില്ല. അപ്പോൾ അത് ഒരു ഇതായിട്ട് തോന്നി. പിന്നെ ഇത് പടത്തിൻ്റെ പാട്ട്, ആദ്യത്തെ അർജുനേഷൻ്റെ ഡാൻസ് ആയിരുന്നാലും അതുപോലെ തുടക്കം ഒരു പാട്ടുണ്ട്, ഇൻ്റർവെല്ലിന് ശേഷം ഒരു പാട്ടുണ്ട്. ആദ്യം അമ്പലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഉത്സവത്തിനെ ബേസ് ചെയ്തുകൊണ്ടൊരു പാട്ട്, രണ്ടാമത് ഒരു കല്യാണ ക്ലൈമാക്സിനോട് തൊട്ട് മുമ്പായിട്ട് വരുന്നൊരു പാട്ട്. രണ്ടിനും നല്ല രീതിയിൽ ഡാൻസ് പാട്ടും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. കുട്ടികൾക്കായിരുന്നാലും സ്ത്രീകൾക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. വലിയ ബുദ്ധിജീവിയായിട്ടുള്ളവർ, ഭയങ്കര ബുദ്ധിജീവിയായിട്ടുള്ളൊരു പടമാണ് എന്നുള്ള രീതിയിലേക്ക് ഈ പടം കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അതൊരു വേറെ രസമുണ്ട് കേട്ടോ. ഈ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു കുറേ സമയം പ്രേക്ഷകരെ ഈ ഭീതിജനകമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നൊരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ ഈ നമ്മൾ ഈ എന്താണ് പറയേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിഞ്ഞുകൂടാതെ ഇങ്ങനെ വിഭ്രാന്തി പിടിച്ച് നടക്കുന്ന സമയത്ത് അറിയാതെ പറഞ്ഞു പോവുകയാണ്, നിനക്ക് പ്രസവിക്കേണ്ടേടി എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട് കേട്ടോ. തിയേറ്റർ മൊത്തം ഭയങ്കര ചിരിയായിരുന്നു. അത്യാവശ്യം ചിരിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് പോകാൻ പറ്റുന്ന ഒരു ആവറേജ് പടമാണ്. വളരെ താരതമ്യം ചെയ്യാനായിട്ട് അങ്ങനെ മറ്റേ അത് ഗംഭീരമാണോ ഇത് ഗംഭീരമാണോ എന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്ന ഒന്നല്ല. ഒരു ആവറേജ് പടം, കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മാളികപ്പുറത്ത് ഓൾമോസ്റ്റ് ഏകദേശമുള്ള ആൾക്കാരും ഉണ്ണിമൂന്തനെ ഒഴിച്ച് ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ഈ പടത്തിൽ ഉണ്ട്. അപ്പം സിനിമ ഒരു ആവറേജാണ്, നിലവാരമാണ് പുലർത്തിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്ററിന് വന്നിട്ട് അവിടെ ഒരു എന്തൊക്കെയോ ഒരു പോരായ്മ ഉണ്ട്. അദ്ദേഹം ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ സിനിമയുടെ എൻ്റെ അഭിപ്രായം. ബാക്കി നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമയുടെ റിവ്യൂവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.